കേരളത്തിലുള്ള മാമാ മാധ്യമങ്ങളുടെ വൃത്തികേടിന്റെ ഒരു നേർചിത്രം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മദ്യപിച്ച സീരിയൽ നടി ഓടിച്ച കാർ വാഹനങ്ങളിലിടിച്ച് അപകടം. പത്തനംതിട്ട കുളനട ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് MC റോഡിൽ 1 മണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി രജിത ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരുക്കില്ല. ഇപ്പൊ ഞാൻ കാണിച്ചേക്കുന്ന ഈ വാർത്തയുണ്ടല്ലോ, ഇത് ആദ്യം പബ്ലിഷ് ചെയ്തത് വേറൊരു ആക്ട്രസിന്റെ ഫോട്ടോ വെച്ചിട്ടാണ്. ഒരു സീരിയൽ ആക്ട്രസിന്റെ, അശ്വതി രാഹുൽ എന്നാണ് അവരുടെ പേര്. അപ്പൊ ഈ വാർത്ത ഭയങ്കരമായിട്ട് വൈറലായതോടുകൂടി ലോക്കൽ ന്യൂസ് പേപ്പറുകളിലും ലോക്കൽ മീഡിയാസിലും ഒക്കെ തന്നെ ഈ വാർത്ത വന്നു. ഓൺലൈൻ മീഡിയാസിലൊക്കെ തന്നെ ഈ വാർത്ത വന്നു. ഇവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇത് പ്രചരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. അപ്പം അശ്വതി തന്നെ അശ്വതിയുടെ യൂട്യൂബ് ചാനലിൽ ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടു. വീഡിയോ ഇട്ടപ്പോഴാണ് ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് എല്ലാവരും അറിയുന്നത്. അപ്പം അബദ്ധം മനസ്സിലാക്കിയ ഈ പ്രമുഖ ചാനലുകൾ എന്ത് ചെയ്തു? നേരെ ഓടിപ്പോയി അവരിട്ടിരുന്ന ആ വാർത്ത അങ്ങ് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനൊരു റെസ്പോൺസിബിലിറ്റി വഹിക്കണമല്ലോ, ഒരു മാപ്പ് പറച്ചിലെങ്കിലും നടത്തണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി, ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. പത്തനംതിട്ട കുളനടയിൽ ഒരു സീരിയൽ താരം മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ വാർത്ത നൽകുമ്പോൾ ഒപ്പം ഒരു ചിത്രം കൂടി നൽകിയിരുന്നു. വാർത്ത നൽകിയത് പോലീസ് ബീറ്റിലുള്ള ഒരു പ്രാദേശിക റിപ്പോർട്ടറായിരുന്നു. എന്നാൽ വാർത്തയ്ക്കൊപ്പം നൽകിയ ചിത്രം മറ്റൊരു പ്രമുഖ താരത്തിന്റേതായിരുന്നു. വാർത്തയുടെ സ്വഭാവവും അതിൽ ചിത്രം മാറിയതിന്റെ ഗൗരവവും ഉൾക്കൊള്ളുന്നു. മനഃപൂർവ്വമല്ലാത്ത വീഴ്ചയിൽ നിർവാജ്യം ഖേദിക്കുകയാണ്. എങ്ങനെ ഇരിക്കുന്നു? കുറച്ച് കടിച്ചാ പൊട്ടാത്ത മലയാള വാക്കൊക്കെ അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് ഒരു വാർത്ത അങ്ങ് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞു. അവരുടെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ കഴിഞ്ഞു. ഇത് രാവിലെ പബ്ലിഷ് ചെയ്ത വാർത്തയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വാർത്ത കടന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പല ചാനലുകളിലും പല മീഡിയാസിലും എത്തുകയാണ്. ഇവരുടെ ഫോട്ടോ വെച്ചാണ് പ്രചരിക്കുന്നത്. ചെയ്യാത്ത തെറ്റിന് അവരുടെ ഫോട്ടോ വെച്ച് പ്രചരിക്കുകയാണ്. ഇത്രയും വലിയ ടോപ്പായിട്ടിരിക്കുന്ന ചാനലുകളാണ്. ഇവർക്കൊന്നും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം പോലും ഇല്ലേ? ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ കൺഫർമേഷൻ പോലും ചെയ്യാതെ ചുമ്മാ അങ്ങ് പബ്ലിഷ് ചെയ്യുവാണ്. അത് ഫോട്ടോ വെച്ചിട്ട്, ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ടാണ്. അവർ നേരിടേണ്ടി വരുന്ന അപമാനം എത്രത്തോളമാണെന്നുള്ളതൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല. എന്നാൽ ഇങ്ങനെ ഒരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ തെറ്റിന് ഒഫീഷ്യൽ ആയിട്ടൊരു മാപ്പ് പറച്ചിൽ പോലും ഉണ്ടായില്ല. കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ പോലും ഉണ്ടായില്ല. 2-3 കടിച്ചാ പൊട്ടാത്ത വാക്കും പറഞ്ഞ് 1 മിനിറ്റിൽ ഒരു വീഡിയോ ആയിട്ട് ഒതുക്കി. കഴിഞ്ഞു കാര്യം. അവരത്രയും നേരം അവരുടെ ഫാമിലിയും അവരുടെ ഫ്രണ്ട്സും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള വിഷമം എത്രത്തോളമാണെന്ന് ഇവർക്ക് അറിയാമോ? അവരെന്തോരം പേടിച്ചിട്ടുണ്ടാകും. അവർ ചെയ്യാതെ തെറ്റാണെങ്കിൽ പോലും അശ്വതി എന്ന് പറയുന്ന ആ സ്ത്രീ ഈ ഒരു വാർത്ത ആദ്യം കാണുന്ന സമയത്ത് അവർക്ക് എന്തോരം പേടി ഉണ്ടായി കാണും, ടെൻഷൻ ഉണ്ടായി കാണും. അവരുടെ മാതാപിതാക്കൾ ഇത് കാണുകയാണ്, പേടിച്ചു പോകില്ലേ? അവർ അമ്മ പേടിച്ചു പോയി കാണില്ലേ? ആദ്യം ഉണ്ടാകുന്നത് ടെൻഷനാണ്. അശ്വതിയെ വിളിച്ച് കാര്യങ്ങൾ കൺഫേം ചെയ്യുന്നിടം വരെ അവരുടെ ഉള്ളിലുണ്ടാകുന്നത് തീയായിരിക്കും. ഇതിനൊന്നും അവർക്ക് ഉത്തരവാദിത്തം വഹിക്കാൻ വയ്യ. ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് പോലും അവരെടുക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് അശ്വതി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ആ വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ശരിക്കും ഫസ്റ്റ് ആ പോസ്റ്റ് കാണുന്ന സമയത്ത് അതിനുള്ളില് ഇപ്പം ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല. കാരണം ഇപ്പൊ ഇതുപോലത്തെ ന്യൂസ് ചാനലുകൾ കൊടുക്കുന്ന ന്യൂസ് തന്നെയാണ് നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാരെല്ലാവരും അറിയുന്നതും കാണുന്നതും. ഇപ്പോ പബ്ലിക് ആണെങ്കിലും അവര് ഒന്നും അറിയുന്നില്ല. കാരണം ഇതുപോലത്തെ ന്യൂസ് ചാനലിലൊക്കെ കൊടുക്കുന്ന ന്യൂസ് കണ്ടിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. കാരണം അതിൽ കൊടുക്കുന്നത് എല്ലാ ന്യൂസ് ചാനലിലും വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് കുറെ പേര് കമന്റ് ചെയ്തിരിക്കുന്നത്. അതായത് അത് ഒറിജിനൽ ആണ്, ആ കാണുന്ന ആളാണ്, ആ കൊടുത്ത ഫോട്ടോയിലുള്ള ആളാണ് അത് ആ ആക്സിഡന്റ് പറ്റിയെന്നുള്ളതൊക്കെ സംബന്ധിച്ചുള്ള കുറെ കമന്റ്സ് ആണ് വരുന്നത്. അത് എന്താ പറയുക, നമ്മുടെ പേഴ്സണലി നമുക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം നമ്മളെ അറിയാത്തവർ പോലും നമ്മളെ തെറിവിളിയും കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. മദ്യപിച്ച് വണ്ടി ഓടിച്ചു, പെണ്ണിന് എന്തോ ആവാം, അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറേ കമന്റ്സ് ആണ് വരുന്നത്. അപ്പം ജനങ്ങളെ വരെ എന്താ പറയുക പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഒരു ലേഡിക്ക് താങ്ങാവില്ല അപ്പുറമാണ് ഇങ്ങനെയുള്ള കുറേ ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നത് സംഭവങ്ങളൊക്കെ. ഇതിൽ നിന്നൊക്കെ തന്നെ ഒരു കാര്യം വ്യക്തമായില്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്ക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. മാധ്യമധർമ്മം എന്ന പേരും വെച്ചുകൊണ്ട് അവരെ ഒരു രീതിയിലുള്ള ധർമ്മവും പുലർത്തുന്നില്ല. അവരുടെ റേറ്റിംഗ് ഇടിഞ്ഞു താഴുന്നു എന്ന് കാണുമ്പോഴേക്കും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ പരത്തും. ആൾക്കാരെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടുപ്പിക്കും, പ്രശ്നമുണ്ടാക്കും. അവരുടെ ഇഷ്ടപ്രകാരം ആടിനെ പട്ടിയാക്കുകയും പട്ടിയാക്കിയ ആടിനെ തിരിച്ച് ആടാക്കുകയും, ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ഇവരുടെ കയ്യിലുണ്ട്. ഇവർ തന്നെയാണ് ഹീറോസിനെ സൃഷ്ടിക്കുന്നത്. ഇവർ തന്നെയാണ് പിന്നെ ആ ഹീറോയെ വില്ലനാക്കുന്നത്. ഇവർ തന്നെയാണ് വില്ലന്മാരെ സൃഷ്ടിക്കുന്നത്.
ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മളെ പോലുള്ള പ്രേക്ഷകർ എന്താണ് വിഡ്ഢികളെ പോലെ ഇരിക്കുകയാണ്. നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി എളുപ്പമാണെന്ന് അവർക്കറിയാം. അപ്പം ആ സംഭവം മുതലെടുത്തുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള വാർത്തകൾ ചെയ്യുന്ന ഇവർക്കെതിരെ കേസ് കൊടുക്കണം. അശ്വതി കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അതിലൊരു തെറ്റുമില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇത്രയും സമയം ആ വാർത്ത പ്രചരിക്കുകയാണ്, അവരുടെ ഫോട്ടോ എല്ലാവരുടെയും കയ്യിലേക്ക് എത്തുകയാണ്. ഇവർ തിരിച്ച് റെസ്പോൺസിബിലിറ്റി വഹിച്ചുകൊണ്ടിട്ട വാർത്തയോ അത് അധികം പേരൊന്നും കാണണമെന്നില്ല. അപ്പം അവർ ചെയ്ത തെറ്റിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വഹിക്കാൻ വേണ്ടി അവർ ഉത്തരവാദികളാണ്. മാപ്പ് പറയണം, ഒഫീഷ്യലായിട്ട് തന്നെ മാപ്പ് പറയണം. അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കണം. കാരണം ഇവർ ചെയ്യുന്ന തെറ്റിന് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടെ തിരിച്ചടികൾ കിട്ടണ്ടായോ? മാധ്യമധർമ്മമാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്കൊക്കെ എന്തെങ്കിലും തിരിച്ചടി ഇടയ്ക്കിടയ്ക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പ്രവൃത്തി നമ്മുടെയൊക്കെ അതിര് വിട്ടുപോകും. ഇപ്പൊ തന്നെ നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്നുള്ളൊരു ഭാവം അവർക്കുണ്ട്. അങ്ങനെയല്ല എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ജനങ്ങൾ അറിയേണ്ടുന്ന വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ എവിടെയാണ് ഇപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്? അവര് ജനങ്ങൾ എന്തറിയണമെന്ന് തീരുമാനിക്കുന്നോ ആ വാർത്ത മോഡിഫൈ ചെയ്ത് ജനങ്ങളുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പൊ ആ ഒരു രീതി മാറണം. മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് നിയന്ത്രണം വരണം. ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള നിയന്ത്രണവും ഇല്ല, ഒരു കൂച്ചുവിലങ്ങും ഇല്ല. അതുകൊണ്ട് അവർക്ക് തോന്നുന്നത് പോലെ കാണിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ നമ്മൾ കാണേണ്ടി വരും.